എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും പാപമല്ലാത്ത കാലമാ. ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറ ആസ്വദിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പടച്ചവനെ വീഡിയെടുത്ത് നോക്കടോ, വെറുതെയിട്ട എണ്ണയോ പെൺകുട്ടികൾ. അവർക്കിന്ന് തലമറയ്ക്കുന്നത് ഇഷ്ടമല്ല സഹോദര, തലമറയ്ക്കുന്നത് ഇഷ്ടമല്ലടോ. എന്റെ പെങ്ങളോട് പറയുന്ന മോളെ, തലമറച്ചില്ലെങ്കിലും ഔറത്തെങ്കിലും ഒന്ന് മറയ്ക്കുമോളെ. നീ അതാ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നിന്റെ ഔറത്തെങ്കിലും പടച്ചവനെ മുഴുവനും ഔറത്താണ്. നീ തലമറച്ചില്ലെങ്കിലും പെങ്ങള്, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കാനുള്ള മനസ്സ് കാണിക്ക്. ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ തോന്നിമാസിയെ പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം അല്ലാഹു തന്നതാണ്, ഈ ജീവിതം അല്ലാഹു തന്നതാണ്. ആസ്വദിക്കാനുള്ള ജീവിതമല്ല, അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല. അല്ലാഹു തന്ന ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതാണ്. നീ അടിമയാണ്, അല്ലാഹു യജമാനനാണ്. യജമാനനായ പടച്ചറപ്പ് പറയുന്നത് പോലെ വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അങ്ങനെ ജീവിച്ചാലേ ഈമാനുള്ള മരണം കിട്ടൂ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകൂല, ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആസ്വദിച്ചോ ചെറുപ്പക്കാരാ, അടിച്ചു പൊളിച്ചോ പെങ്ങള്, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ചോ, തുണി ഉരിഞ്ഞിട്ട് നടന്നോ. ചോദിക്കാനും പറയാനും ആരുമില്ല. പറയുന്നവനെ ട്രോളുന്ന കാലമാണ്, പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. എങ്കിൽ എന്റെ മുസ്ലിം പെങ്ങള്, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ പുറകിൽ നടക്കുകയാണ്. ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല.